വെൽക്കം ടു ഗ്രേസ് ഫാമിലി. അടുപ്പിൽ തീ പകരുന്നത് മുതൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് തൃപ്തി അടയുന്നത് വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഗ്രേസ് കാറ്ററേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ് ഗ്രേസ് കാറ്ററേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അമ്മച്ചിയുടെ റെസിപ്പീസാണ് ഞങ്ങൾ ഇന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ പിന്നാമ്പുറത്ത് അപ്പച്ചൻ്റെ കൈകളുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, ഞങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും തന്നെ അതറിയാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും അമ്മയുടെ ഒരു ഫൈനൽ ടച്ച് വരുമ്പോഴാണ് അപ്പച്ചന് പലപ്പോഴും അത് തൃപ്തിയാവുന്നതും. എത്ര കുക്കുമാർ കിച്ചണിലുണ്ടെങ്കിൽ പോലും അമ്മയുടെ കയ്യിൽ നിന്ന് ഉപ്പ് നോക്കിയാലാണ് അപ്പച്ചൻ അമ്മ ഓക്കെ എന്ന് പറയുമ്പോഴാണ് അപ്പച്ചനും ഞങ്ങളുടെ എല്ലാ സ്റ്റാഫിനും പലപ്പോഴും തൃപ്തിയാവുന്നത്. ഈ ഗ്രേസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ ഗ്രേസ് ആരാണ്? അമ്മയാണോ? അമ്മച്ചിയുടെ പേരാണോ ഗ്രേസ് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ആക്ച്വലി അമ്മയുടെ പേരല്ല ഗ്രേസ് എന്ന് പറഞ്ഞാൽ. അമ്മയെ ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് ശൈലാമ്മയെന്നാണ്. സ്റ്റാഫും ഞങ്ങൾ എല്ലാവരും തന്നെ വിളിക്കുന്നത് ശൈലാമ്മയെന്നാണ്. ശൈല എന്നാണ് അമ്മയുടെ പേര്. ഇതാണ് എന്റെ അപ്പച്ചനും അമ്മച്ചി. ഇവരാണ് എന്റെ ബാക്ക് ബോൺ. ആളുടെ കൈയൊന്നും കൊടുക്കുന്നതാണിപ്പോ, അതുകൊണ്ട് അതിന്റെ തീറ്റ കാര്യങ്ങളൊക്കെ എടുപ്പിക്കുവാണ്. നമ്മളുടെ ഒരു ഹോംലി കിച്ചൺ ആണ്. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെയാണ് ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഞങ്ങളുടെ കിച്ചൺ സ്ഥിതി ചെയ്യുന്നതും. ഇത് മൂർത്തിയാണ് ഞങ്ങളുടെ മെയിൻ ഷെഫ്. മൂർത്തിയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂർത്തിയുടെ അസിസ്റ്റൻസ് ഉണ്ട്, ബാക്കി ഷെഫുമാരും കാര്യങ്ങളൊക്കെ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. ലഞ്ചും ഡിന്നറും ആയിട്ട് 2 വർക്കാണ് ഇന്ന് മെയിൻ ആയിട്ടുള്ളത്. ലഞ്ചിന്റെ വർക്കിന്റെ ഫുഡ് പ്രിപ്പറേഷൻ ആണ് കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഗോഡൌൺ വരെ പോവാം. ആ ഗോഡൌൺ കാഴ്ചകൾ കാണിച്ചു തരാം. എങ്ങനെയാണ് ഞങ്ങളുടെ സർവീസും ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുള്ള കാഴ്ചകൾ നമുക്ക് ഗോഡൌണിൽ പോയിട്ട് കാണാം. ഏകദേശം ടൈം ആയിക്കൊണ്ടിരിക്കുവാണ് വണ്ടി ഇറങ്ങാനായിട്ട്. എനിക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് എന്തായാലും അകത്ത് കാഴ്ചകൾ കാണാം. സെറ്റിങ്സ് ഒക്കെ വളരെ ഭംഗിയായി നിൽക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ എല്ലാവരും കൂടുതൽ കണ്ടേക്കുന്നത്. പക്ഷെ ബിഹൈൻഡ് ഇങ്ങനെ ഞങ്ങളുടെ ഒരുപാട് ഹോംവർക്കും ഒരുക്കങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതാണ് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ സ്റ്റേജ് ആണ്. ലോഡെല്ലാം കയറി കഴിഞ്ഞു. നേരെ ഫൈനൽ ലോഡ് കയറ്റുന്നു. എത്രയും പെട്ടെന്ന് വണ്ടി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നു. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് എല്ലാവരും. പാക്കിംഗ് എന്തായാലും നടക്കണ്ടേ. ഇതാണ് ഞങ്ങളുടെ ഗോഡൌൺ. കാലിയായിരിക്കുവാണ്. ഇപ്പോ ലോഡെല്ലാം കയറിപ്പോയി കഴിഞ്ഞു. കഴിഞ്ഞ വർക്ക് കഴിഞ്ഞ് വന്ന ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ പ്ലേറ്റ് വാഷിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് വെള്ളം ഊറാൻ വേണ്ടി വെച്ചേക്കുന്ന രംഗമാണ്. വെള്ളം ഊറി കഴിഞ്ഞ് നമ്മളിത് പാക്ക് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് നമ്മളിത് തുടച്ചിട്ടായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ ഓഫീസിന്റെ ഒരു പാർട്ടാണ്. എനിക്ക് ഇങ്ങനത്തെ പഴയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ഒരു സ്പേസ് ഇങ്ങനെ വെറുതെ കിടന്നപ്പോ കുറച്ച് ക്രിയേറ്റീവ് ആക്കിയേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്താണ് ഈ ഒരു പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പണ്ട് മുതലേ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അതെന്തായാലും ഇവിടെ കുടി പിടിച്ച് കിടന്നപ്പോ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഭംഗിയൊക്കെ വെച്ചതാണ്. ഫുഡിറങ്ങാൻ സമയമായി. ഫൈനൽ ടച്ച് കിച്ചണിൽ. അത് കഴിഞ്ഞ് നേരെ സൈറ്റിലേക്ക്. ഐറ്റംസ് ഒന്നാണ് പോർക്കിന്റെ ഡിഷസ്. അതിൽ പോർക്ക് ചോപ്സ്, മസ്റ്റാർഡ് സോസ്. പോർക്ക് ചോപ്സ് റെഡിയാണ്. മസ്റ്റാർഡ് സോസ് അവിടെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ നടന്നിരിക്കുന്നത്. ചിക്കൻ റോസ്റ്റിന്റെ ഗ്രേവി അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് ചിക്കൻ റോസ്റ്റിന്റെ ഗ്രേവി. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചിക്കൻ റോസ്റ്റ് റൈസ്
റൈസ് ഇങ്ങനെ കുർമ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം എല്ലാം ഒരു ഫൈൻ സ്റ്റൈലാണ്. ട്രൈ സ്റ്റോറാണ്. ട്രൈ സ്റ്റോറെല്ലാം കീപ്പ് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മളുടെ പലചരക്കും അതുപോലെയുള്ള ഐറ്റംസ് എല്ലാം ഇതിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി ഐറ്റംസ് ആണ്. ഇത് മുളക് പൊടിയാണ്, നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടിയാണ്. ഇത് ഗോൾഡൻ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ ബ്രാൻഡാണ്. നാച്ചുറൽ മഞ്ഞളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുത്താടെന്ന് പറയും. പിന്നെ അത് കടുക് പരിപ്പ്, മുരിങ്ങാത്തൊലി, കാഷ്നട്ട്, കിസ്മസ്, മസാല, അരി, ഉപ്പ്, ഷുഗർ, പിന്നെ മസാല, ഗരം മസാല കുതിർത്തി വെച്ചിട്ട് രാവിലെ അരച്ചെടുക്കുന്നു. ഇത് സിഗ്നേച്ചർ ഐറ്റം ആണ്. മാത്രമല്ല ഇത് കൊച്ചിക്കാരുടെ പോർക്കിന്റെ കൂടെ കഴിക്കണതാണത്. കൊച്ചിക്കാരുടെ സ്പെഷ്യൽ ചോപ്സ് വിത്ത് മസ്റ്റാർഡ് സോസ് എന്ന് പറയും. ആ ചോപ്സിന്റെ കൂടെ കഴിക്കുന്ന മുസാദ് എന്ന് പറയും. നമ്മൾ കൊച്ചിയിലെ മുസാദ് എന്ന് പറയും. ഇത് ഒറിജിനലി ഉണ്ടാക്കുന്ന കുറച്ച് ആളുകളെ ഉള്ളൂ. ഈ മുരിങ്ങയുടെ ജോലിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അതിന്റെ പ്രിപ്പറേഷൻ വീഡിയോ നമുക്ക് ചെയ്യാൻ എന്തായാലും ഇത് നമ്മളുടെ ഒരു സിഗ്നേച്ചറാണ്. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഡിഷ് കഴിക്കുമ്പോ ശരിക്കും ശിരസിലടിക്കും. അതിന്റെ ഒരു കിക്ക് എന്ന് പറഞ്ഞാല് നോക്കി കഴിച്ചില്ലെങ്കിൽ പക്ഷെ കഴിക്കുമ്പോ അതിന്റെ കൂടെ കമ്പനിമെന്റായിട്ടും നമ്മളുടെ ഒരു പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള കമ്പനിമെന്റ്സ് പോലെ അല്ലെങ്കിൽ ഫ്രഞ്ച് യൂസില്ല കമ്പനിമെന്റ്സ് പോലെ നമ്മുടെ കൊച്ചിയിലെ യൂസ് ചെയ്യുന്നുണ്ട്. കൊച്ചിയിലെ കുറെ ഡിഷസ് ഉണ്ട്. ചോപ്പീസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് പർച്ചേസ് എന്ന് പറഞ്ഞ പോലെ ഡിഷസ് ആണ്. അപ്പൊ നമ്മുടെ ഒരു മെയിൻ കഴിക്കുമ്പോ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി ദോശ കഴിക്കുമ്പോൾ മട്ടയ്ക്ക് വരാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് മസാല സോസ് കഴിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓഫീസ്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ അഡ്മിൻ പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓർഡർ വരുന്നത്, റിസീവ് ചെയ്യുന്നതും അതുപോലെ കിച്ചണിലോട്ടുള്ള KOTസും സർവീസിലോട്ടുള്ള KOTs ഒക്കെ പോകുന്നത് നമ്മുടെ ഈ ഓഫീസിൽ നിന്നാണ്. ഇത് നമ്മുടെ ഹെഡ് ഓഫീസും കൂടിയാണ്. ആലപ്പുഴ ബ്രാഞ്ച് ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഓഫീസ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവരുടെ സോണിയയും അലീഷയുമാണ്. ഇപ്പം നമ്മൾ ഈവനിങ് പ്രോഗ്രാമിൻ്റെ സെറ്റിങ്സ് ചെയ്യാനാണ് പോയത്. ഇന്ന് ഈവനിങ് നമ്മൾക്കൊരു 600 പാക്സ് ഒരു വെഡിങ് ഡിന്നർ ഉണ്ട്. അതൊരു 5 o'clock സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പാരലി നമുക്ക് ലഞ്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മളിപ്പോൾ ആ ലഞ്ചിന്റെ സ്പേസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് ഈ സെറ്റിങ്സ് ഒക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്തു. ഇപ്പോൾ സെറ്റിങ്സ് നടക്കുന്നു. ഇപ്പോൾ 4 o'clock മുമ്പ് സെറ്റിങ്സ് തീരും. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ഫുഡ് വരും. അപ്പം അതിന് മുന്നേ നമ്മളിന്ന് ലഞ്ച് നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് ഉദയംപേരൂരൊക്കെ പോവുകയാണ്. ഉദയംപേരൂർ സുനകദോസ് പള്ളിയിൽ ഒരു 350 പാക്സിന്റെ ഒരു വെഡിങ് മനസ്സമ്മതം, വെഡിങ് അല്ല മനസ്സമ്മതമാണ്, മനസ്സമ്മതം നടക്കുന്നുണ്ട്. അതും ഒരു 12 o'clock ആകുമ്പോഴത്തേക്കും ലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. ഗസ്റ്റ് വരും. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. ഇവിടുത്തെ ഫംഗ്ഷൻ ഇന്ന് ഉദയംപേരൂർ സുനകദോസ് പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് ഇന്നത്തെ ലഞ്ച് നടക്കുന്നത്. ലഞ്ചിന്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അവസാന ഭാഗത്തെ മിനിക്കോണിയിലാണ്. ഗസ്റ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് മിഥുനാണ് നമ്മളുടെ ഓൾ ഇൻ ഓൾ, അതായത് സർവീസ് സെക്ഷൻ മുഴുവൻ, ഹോസ്പിറ്റാലിറ്റി ഇതെല്ലാ സെക്ഷനും ഇൻചാർജ് മിഥുനാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സൈറ്റ് നോക്കുന്നത് മിഥുനാണ്. ബാക്കി നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും മിഥുൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മുടെ ഗ്രേസ് കാറ്ററിന്റെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗസ്റ്റ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു കസ്റ്റമറായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഈ കസ്റ്റമറുടെ ഒരു ചരിത്രമുണ്ട്. കാരണം ഈ കസ്റ്റമർ രണ്ടാമത്തെ വെഡിങ് ആണ്. മൂത്തമുള്ള കല്യാണം നമ്മളാണ് നടത്തിയത്. അപ്പോൾ ആ കല്യാണത്തിന് അത്തവിട്ട് ഞാൻ പോകാൻ നേരത്ത് അവരോട് നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബെറ്റർഹുഡ് ഫീലിംഗിലാണ് നമ്മൾ വർക്ക് ചെയ്ത് തരും. അവർ 2 പെൺമക്കളാണ്. അപ്പം അങ്കിൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് നമ്മളെ ഏൽപ്പിച്ചതും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ചെന്ന് ഞങ്ങൾ അത്താവൂട്ട് ചെല്ലുമ്പോൾ അതിൽ ചെറുക്കൻ, അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, ജോസഫ്. അങ്ങനെ ഇത് പിന്നീട് ഞങ്ങളൊരു ഫാമിലി ആയിട്ട് മാറുമായിരുന്നു. ഗ്രേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമറും തുടങ്ങിയ പിന്നെ ഗ്രേസ് ഫാമിലിയാണ്, അവർ അതിലെ മെമ്പറാണ്. അപ്പോൾ അങ്കിളുടെ ജൂഡങ്ങളുടെ ആദ്യമുള്ള കല്യാണം നമ്മൾ നടത്തി. അപ്പോൾ അനുവിൻ്റെ കല്യാണത്തിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴും നമ്മൾ ഫുൾ ട്രസ്റ്റ് ആണ്. നീ ഉണ്ടല്ലോ ഞാൻ വരണ്ടല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അവർ നമ്മളെ സമീപിച്ചത്. അതുപോലെ ഡിനിലിൻ്റെ അടുത്താണെങ്കിലും അങ്കിളുടെ എന്തൊരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും അപ്പം തന്നെ ഡിനിലിനെ വിളിക്കും, അല്ലെങ്കിൽ എന്നെ വിളിക്കും. ഞങ്ങൾ അങ്ങനെയാണ് ഇത് ചെയ്ത് പോകുന്നോണ്ടിരുന്നത്. ഇതിപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലത്തെ അത്ര വലിയ മെനു ഒന്നും നമ്മളിന്ന് പ്ലാൻഡ് അല്ല. വളരെ ചെറിയ മെനു ആണ് നമ്മളിന്ന് പ്രിപ്പയർ ആക്കിയിരിക്കുന്നത്.
ഇന്നത്തെ മെനു നമുക്ക് പാലപ്പം, നൂലപ്പം, ചിക്കൻ മപ്പാസ്, പോർക്ക് ചോപ്സ്, ബീഫ് കട്ട്ലേറ്റ്, റൈസ്, ഫിഷ്, ബീഫ് കോക്കനട്ട് ഫ്രൈ, അങ്കമാലി മാങ്ങക്കറി, തോരൻ, പിക്കിള്, ഐസ്ക്രീം, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. വളരെ നോർമലായിട്ട് തന്നെ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാണ്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നമ്മൾ ഗസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ടും ഫാമിലിയും അവരെന്നെ കാണാനും ഞാൻ അവരെ കാണാനും വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവർ യു കെ സെറ്റിൽഡ് ആൾക്കാരാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വർക്കുകൾ മുമ്പോട്ട് പോകുന്നത്. ഇത് ജോസഫ്, നീനു, ഇവരുടെ കല്യാണം ഓൾറെഡി നമ്മൾ തന്നെയാണ് നടത്തിയത്. നീനു ഇവിടെ തന്നെയായിരുന്നു ഇവരുടെ കല്യാണം. ഇവർ നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ, എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാനൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയുണ്ട് നമ്മുടെ കാര്യങ്ങളിലെല്ലാം? അടിപൊളി, ഒന്നും പറയാനില്ല. വെച്ചിട്ടുണ്ടെങ്കില് കുറച്ച് മണിക്കൂറുകൾ കൊണ്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നോക്കി വേണ്ടി ചെയ്തോളൂ. ഞാനിങ്ങനെ വന്നിട്ട് പോലുമില്ല. എല്ലാ ആളുടെ അറേഞ്ച്മെന്റ്സ് ആണ്. ശരിയാണ്. താങ്ക് യു. അപ്പൊ നമുക്ക് പരിപാടി പൊളിക്കാം. ഇപ്പൊ നമ്മള് ലഞ്ചിന്റെ പരിപാടിയുടെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈവനിങ് ഫംഗ്ഷൻ്റെ കിച്ചണിൽ ചെല്ലണം, ജസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. കിച്ചണിൽ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഫുഡ് അവിടെ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വിടുന്നു. ഗസ്റ്റ് റിസീവ് ചെയ്യുന്നു. അവിടുത്തെ കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് ഒരു 8-8:30 മണിയാകുമ്പോൾ ഒരു ക്ലയൻറ്റിനെ കൂടി കാണാനുണ്ട്. നെക്സ്റ്റ് ജൂലൈയിലെ ഒരു വർക്കിനൊരു ക്ലയൻറ്റിനെ കാണാനുണ്ട്. ആ ക്ലയൻറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് രാത്രി പിന്നെയും ഓഡിറ്റോറിയത്തിൽ വരുന്നു. ഗസ്റ്റിനെ കണ്ട് സംസാരിച്ച് വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് നേരെ തിരിച്ച് ഗോഡൗണിലേക്ക്, കിച്ചണിലേക്ക്. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനമെടുത്തതും ഷൂട്ട് ചെയ്യുന്നതും. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങൾ വിലയേറിയതാണ്. എല്ലാവരും ജനുവനായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തി. ഗ്രേസ് കാറ്റേഴ്സിൻ്റെ മറ്റു പിന്നാമ്പർ വിശേഷങ്ങളും അതുപോലെ മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.